പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്നാൽ യേശു നമ്മെ വിളിച്ച് ആശ്വസിപ്പിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നാം യേശുവിൻ്റെ അടുക്കൽ ചെല്ലണമെന്നും അവിടെ നിന്ന് ആശ്വാസം നേടണം എന്നുമാണ് യേശു തിരുവചനങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. ദൈവം കാരുണ്യവാനും ദയാലുവുമാണ്. നമ്മെക്കുറിച്ച് ദൈവത്തിന് നല്ലൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമുക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ നമ്മെ കരുതലോടെ വീക്ഷിക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്കാണ് നാം ചെന്ന് ശക്തി ആർജിക്കേണ്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33 യേശു പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നാം അധ്വാനിക്കുന്നത് നമ്മുടെ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ അവയെല്ലാം നമുക്ക് ആവശ്യമാണെന്ന് നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം. അതെല്ലാം തക്ക സമയത്ത് ദൈവം നമുക്ക് നൽകും. നമ്മെക്കുറിച്ച് കരുതലും ഉള്ളവനാണ് നമ്മുടെ ദൈവം. നാം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാനാണ് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഭൗതിക കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. യേശു പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്ന്. യേശു ജീവൻ്റെ അപ്പമാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ്. യേശുവിനെ സ്വീകരിച്ച് ശക്തി തേടാം.